യൂട്യൂബിൽ വിജയിച്ച എല്ലാ ക്രിയേറ്റേഴ്സും പറയുന്ന ഒരു വിജയതന്ത്രമുണ്ട്. നിങ്ങളുടെ വീഡിയോകളുടെ ഓഡിയോ ആദ്യമേ ഇംപ്രൂവ് ചെയ്യുക. അത് ചിലവേറൊരു പണിയാണോ? അല്ല. നിങ്ങൾക്ക് 300 രൂപയ്ക്ക് താഴെ നിന്നുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ലഭിക്കുന്ന ഒരു മൈക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് ATU. ഈ മൈക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഞാൻ മേടിച്ചപ്പോൾ ഇതിന് 280 രൂപ ചിലവായി. ഇത് മേടിക്കാനുള്ള ഒരു പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചിലപ്പോൾ ചില സെയിലുകളൊക്കെ വരുമ്പോൾ വില ഇതിനേക്കാളും താഴ്ന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മൈക്കിനെ കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്നത്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന് പെർഫെക്റ്റ് ആയിരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ മൈക്കിൻ്റെ പ്രൈസാണ് ഇതിനെ പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾ യൂട്യൂബിലൊരു തുടക്കക്കാരനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒത്തിരിയേറെ പൈസയൊന്നും കാണില്ല ചിലവാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ബഡ്ജറ്റ് സൂപ്പർ സ്യൂട്ടബിൾ ആണെന്ന് ഞാൻ പറയും. ഇനി ഈ ഡിവൈസിനെ പെർഫെക്റ്റ് ആക്കുന്ന രണ്ടാമത്തെ ഒരു റീസണിലോട്ട് വരാം. ഇത് വളരെ വെർസറ്റൈലാണ്. അതായത് നിങ്ങൾക്ക് നേരിട്ട് സ്മാർട്ട് ഫോണിലേക്കോ ക്യാമറയിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ മറ്റ് ഏതെങ്കിലും ഒരു ഓഡിയോ റിസീവിംഗ് ഡിവൈസിലേക്കോ നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളിൽ പോയാലും, ഇൻ്റർവ്യൂ എടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ എടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് നിങ്ങൾ തന്നെ വ്ളോഗ് ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള പർപ്പസിനും ഇത് സ്യൂട്ട് ചെയ്യും. മൂന്നാമത്തെ കാരണം നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബോക്സിൽ ഒരു പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയൊരു പിന്നിൻ്റെ പടവും കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ, അതും കൂടെ നമുക്ക് ഈ ബോക്സിൽ ലഭിക്കും. അതെന്താ സംഭവം എന്ന് അൺബോക്സ് ചെയ്തതിന് ശേഷം പറയാം. ഇതൊരു 2 പോയിൻറ്റ് പിന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും എല്ലാ കമ്പ്യൂട്ടറുകളിലും ചിലപ്പോൾ 3 പോയിൻറ്റ് പിൻ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഈ ചെറിയ അഡാപ്റ്റർ നിങ്ങളെ റെക്കോർഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതായത് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് കമ്പനി നോക്കിയിട്ടുണ്ട്. നല്ല കാര്യം. ഇനി ബാക്കി കണ്ടൻസ് എന്തൊക്കെയാണ്? മൈക്കുണ്ട്. അതിന് മുമ്പായിട്ട് 2-3 പ്രൊഡക്റ്റ് ലീഫ്ലെറ്റുകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റിലോട്ട് വിശദമായിട്ട് വരാം. ഈ മൈക്കിൻ്റെ പോളർ പാറ്റേൺ ഓംനി ഡയറക്ഷനാണ്. അതായത് എല്ലാ ആംഗിളിൽ നിന്നും ഇത് ഓഡിയോ ക്യാപ്ചർ ചെയ്യും. അത് പ്രത്യേകിച്ച് വോയിസ് ഓവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. ഈ മൈക്കിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 50 ഹേർട്സ് തൊട്ട് 18 കിലോ ഹേർട്സ് വരെയാണെന്നാണ് കമ്പനി പറയുന്നത്. നല്ലൊരു സ്പെക്കാണത്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു ഇയർഫോൺ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് ബോക്സിൽ ഒരു ചെറിയ കാർഡാണ്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ബന്ധപ്പെടാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആമസോണിൽ നല്ലൊരു റിവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടോ മറ്റ് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആമസോൺ എക്സ്ക്ലൂസീവ് ആയിരിക്കും ഈ പ്രോഡക്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഈ പ്രോഡക്റ്റ് വരുന്ന ഒരു ചെറിയ ക്യാരി കേസാണ്. അതിൻ്റെ ഉള്ളിൽ ഈ മൈക്കുണ്ട്. ക്യാരി കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് ലീഡറായ ബോയ M1 ഒക്കെ അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ലെതർ കേസിലാണ്. പക്ഷേ ഇതങ്ങനെ ലെതർ മെറ്റീരിയലൊന്നുമല്ല, എന്തോ ആർട്ടിഫിഷ്യൽ മെറ്റീരിയലാണ്, പോളിസ്റ്ററോ മറ്റോ ആണ്. പക്ഷേ ഇതിൻ്റെ ജോബ് ഇത് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നൽകുന്നുണ്ട്. ഈ ക്യാരിയിങ് കേസിനുള്ളിൽ ഒരു ചെറിയ റിങ് വെച്ചേക്കുന്ന പോലെ നമ്മുടെ മൈക്കിരിപ്പുണ്ട്. വളരെ ഈസി ടു ഹാൻഡിലാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ബോയ M1 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇത് കയ്യിൽ പിടിക്കുമ്പോഴേക്കും ഒരു ക്യൂട്ട് ഫീലാണ്. കാരണം ബോയ M1ൻ്റെ കേബിൾ ലെങ്ത് തന്നെ കുറേ മീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിന് ഒരു 2 മീറ്റർ കേബിളേ ഉള്ളൂ. ഒരു ഇയർഫോൺ മടക്കി വയ്ക്കുന്ന ലാഘവത്തോടു കൂടി നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഈ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ ചെയ്യുന്ന ചേട്ടന്മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വ്ളോഗ് ചെയ്യുന്നവർക്കും മാത്രമാണ്. ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് ഞാൻ ബോയ M1 തന്നെ ഇപ്പോഴും സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. ബോയ M1 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കേബിൾ ലെങ്ത്ത് അത് ഫീറ്റിൻ്റെ അളവിലാണ്. ഇതൊക്കെ മീറ്ററിൻ്റെ 2 മീറ്ററൊക്കെ ഉള്ളൂ ഇത്. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ ഒരിടത്ത് ഇരുന്നിട്ട് നിങ്ങൾ ക്യാമറ പ്ലേസ് ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെയാണ് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബോയയിലേക്ക് പോകാം. അല്ല വോയിസ് ഓവേഴ്സൊക്കെ ആണെങ്കിൽ ഈ മൈക്ക് തന്നെ ധാരാളം മതി. ഇനി ഇതിനകത്ത് നമുക്കൊരു ചെറിയ ക്ലിപ്പും കൂടെ വരുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. കാരണം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഷർട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയും. അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിനും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റാണ്. പിന്നെ കേബിൾ ക്വാളിറ്റിയും കൊള്ളാം. ബോയെ പോലെ വളരെ തിക്കല്ല, ഇത് ഇച്ചിരി ഫ്ലെക്സിബിളാണ്. നമുക്ക് അല്പം കൂടെ ഒരു അഡ്വാൻറ്റേജ് ഓഫ് ഈസിനെസ് അത് നമുക്ക് നൽകുന്നുണ്ട്. സോ ഓവറോൾ ഈസി ടു ഹാൻഡിലാണ് ഈ ഒരു മൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴൊരു വലിയ ചോദ്യം ബാക്കിയില്ലേ, ഇതിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളിപ്പോൾ കേൾക്കുന്നതും എല്ലാം
ഈ മോന ലാവ്ലിയർ മൈക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് ഈ മൈക്കിൻ്റെ ഓഡിയോ കേപ്പബിലിറ്റി. ഈ മൈക്കും അതുപോലെ തന്നെ ബോയ M1 തമ്മിലുള്ളൊരു കമ്പാരിസൺ ഞാൻ ഉടനെ വെക്കുന്നുണ്ട്. അപ്പം അത് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിട്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ആൻഡ് ഓഫ്.